ഹലോ കൂട്ടുകാരെ, അപ്പോൾ നമ്മൾ രാത്രിയാണെങ്കിൽ ചെറിയൊരു ഹെയർ ട്രീറ്റ്മെൻറ്റ് എടുക്കും കേട്ടോ. എനിക്ക് ഇന്ന് സത്യം പറഞ്ഞ ഇന്ന് ഉപവാസമൊക്കെ ആയിരുന്നു, അതിൻ്റെ ആയിരിക്കും ഭയങ്കര തലവേദനയും ക്ഷീണവും തളർച്ചയും. പിന്നെ ലിപ്പിൽ കിടക്കുന്ന നിങ്ങൾ വേറൊന്നും വിചാരിക്കേണ്ട, ലിപ്സ്റ്റിക് അല്ല, നമ്മൾ മോയ്സ്ചറൈസറായിട്ട് മറ്റേ വൈറ്റമിൻ ക്യാപ്സ്യൂൾ ഉണ്ടല്ലോ, അതൊന്ന് പൊട്ടിച്ച് ചുണ്ടിൽ ചെറുതായിട്ട് തേച്ച്. എൻ്റെ ചുണ്ടാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി. ഫേസ് സ്കിന്നൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചറിയുന്നുണ്ടേ, ഭയങ്കരമായിട്ട് ഡ്രൈ ആയി, സ്കിന്നൊക്കെ ഒരുമാതിരിയായി. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ഇത് ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ ഇന്ന് ഭയങ്കര തലവേദന. അപ്പം എനിക്ക് ഈ തലയിൽ എണ്ണ ഇട്ടിട്ട് രാത്രി കിടക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ ഉറക്കം വരും. ഇന്നലെ കുഞ്ഞിന് വയ്യായിരുന്നു, ഭയങ്കര ഹൈ ടെമ്പറേച്ചറായിരുന്നു. 100.4 ടെമ്പറേച്ചർ ഇന്നലെ. ഇന്നലെ രാവിലെ പെട്ടെന്ന് ബുദ്ധിമുട്ട് വന്നു കുഞ്ഞിന്, വൈകിട്ടായപ്പോഴത്തെ ഭയങ്കര കൂടുതലായിപ്പോയി. അങ്ങനെ പിന്നെ ഹോസ്പിറ്റലൊക്കെ ഇന്നലെ ഉറങ്ങാനൊന്നും പറ്റില്ല. വെളുപ്പിന് 2:30 മരുന്ന് കൊടുക്കണമായിരുന്നു. അതുകൊണ്ട് ഇന്നലെ ഞാൻ ഉറങ്ങിയതേ ഇല്ല, കുഞ്ഞിനെ നോക്കി അങ്ങനെ ഇരിക്കുമായിരുന്നു. ഇവള് ഉറങ്ങി, ഞാൻ പക്ഷേ എന്നിട്ട് പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഞാൻ വിളിച്ച് എഴുന്നേൽപ്പിക്കുമായിരുന്നു. കുഞ്ഞ് അവന് ബുദ്ധിമുട്ടായതുകൊണ്ട്, അവന് മൂക്കടപ്പ് കാരണം ഉറങ്ങാൻ പറ്റുന്നില്ലായിരുന്നു. അപ്പം ഇച്ചിരി ഇട്ടാൽ മതി, കിടക്കാനുള്ളതല്ലേ, ഒരുപാട് ഇട്ടണ്ട. അപ്പോൾ അങ്ങനെ ഇപ്പം കുറേ ദിവസം ആയില്ലേടി എണ്ണയൊക്കെ ഇട്ടിട്ട്. ഓൾറെഡി എനിക്ക് ടെൻഷനുണ്ട്, ഭയങ്കര ടെൻഷനുണ്ട് ഇപ്പം. ടെൻഷനും നേരത്തെ എനിക്ക് തോന്നുന്നത് നേരത്തെ ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ടെൻഷനുള്ള സമയത്ത് എനിക്ക് കൂടുതൽ മുടി കൊഴിയുന്നത്. നീ ശ്രദ്ധിച്ചിട്ടുണ്ടോ അത്? ടെൻഷനുള്ളപ്പോൾ ഭയങ്കരമായിട്ട് മുടി കൊഴിയും. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാണെന്നാണ് തോന്നുന്നത്, എനിക്ക് മാത്രമല്ല. പിന്നെ എനിക്ക് കൂടുതൽ മുടി പൊഴിയുന്നത് എൻ്റെ ഉച്ചി ഭാഗത്തു നിന്നാണ് മുടി പൊഴിയുന്നത്. എനിക്ക് വേറെ എങ്ങൊന്നും അധികം പൊഴിയാറില്ല, ഉച്ചി ഭാഗത്തു നിന്നാണ് പൊഴിയുന്നത്. പിന്നെ മുടി കൊഴിച്ചിൽ പെട്ടെന്ന് നിൽക്കുകയും ചെയ്യും. നമ്മൾ ഈ എണ്ണയൊക്കെ ഇടുമ്പോൾ നമ്മൾ തന്നെ കാച്ചുന്ന എണ്ണ ഇത്. പിന്നെ അല്ലാതെ ഒരു സിറം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അതൊക്കെ ഇടുമ്പം പെട്ടെന്ന് മുടി കൊഴിച്ചിലങ്ങ് മാറാറുണ്ട്. പിന്നെ പ്രായമൊക്കെ ആയി വരുന്നില്ലേ, പിന്നെ ടെൻഷനും. എനിക്ക് 34 വയസ്സുണ്ടെന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ടല്ലോ. എന്ത് എന്റെ ഭാര്യനെ പിന്നെ ഞാൻ വിളിക്കാതെ വേറെ ആര് വിളിക്കും? അപ്പോൾ ഓക്കെ കൂട്ടുകാരെ, ഗുഡ് നൈറ്റ്.